കിഡീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖാണോ എല്ലാവർക്കും? ക്ലാസ് ഒക്കെ തുടങ്ങിയോ? പഠിക്കുന്നുണ്ടോ എൻ്റെ മക്കള്? അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? സ്വരചിഹ്നങ്ങളായിരുന്നല്ലേ? പഠിച്ചോ നിങ്ങള്? 2 ലൈൻ ബുക്കില് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എഴുതിയായിരുന്നോ? ഇത് കാണിച്ചേ, എല്ലാവരും എഴുതിയതൊന്ന് എടുത്തേ നോക്കട്ടെ. നമ്മൾ എവിടം വരെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? സ്വരചിഹ്നങ്ങള് ക, കാ, കി, കീ, കു, കൂ, കെറു, കെ. അത്രയാണ് നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് ഒന്നുകൂടെ മേളിൽ ഈ ഭാഗത്തായിട്ട് ഒന്നുകൂടെ എഴുതിയാലോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത അക്ഷരങ്ങൾ പഠിക്കാം. അപ്പൊ നമ്മൾ എന്താ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്? സ്വരചിഹ്നങ്ങളാണ് അല്ലേ? എന്തക്ഷരത്തിലാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്? കാ എന്ന അക്ഷരത്തിലാണ് നമ്മൾ സ്വരചിഹ്നങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആണോ? ശ്രദ്ധിച്ചിരിക്ക്. എഴുതിയത് എല്ലാവരും ഒന്ന് എടുത്തിട്ട് ബുക്കൊന്ന് ഇങ്ങോട്ട് കാണിച്ചേ നോക്കട്ടെ. എഴുതിയിട്ടുണ്ടോ? ആരൊക്കെയാ എഴുതാതെ വന്നേന്നൊക്കെ ടീച്ചർ ഒന്ന് നോക്കട്ടെ. എടുക്ക്. എഴുതിയോ? അപ്പൊ എല്ലാരും നല്ല മക്കളാണല്ലേ? നല്ല കുട്ടികളാട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സ്വരചിഹ്നങ്ങൾ ഫുള്ള് പഠിക്കാം ഈ ക്ലാസ്സിൽ. ഓക്കെ അല്ലേ? അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചർ ഇട്ട കഴിഞ്ഞ വീഡിയോ സ്വരചിഹ്നങ്ങള് കാ തൊട്ട് കെ വരെയാണ് ഉണ്ടായിരുന്നത്. അത് നോക്കിയിട്ട് വേണം ഈ ക്ലാസ് പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. വായെങ്കി സ്വര ചിഹ്നങ്ങളാണല്ലേ പഠിച്ചത്. സ്വരചിഹ്നങ്ങള് എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെയായിരുന്നു പറയാവോ? കാ, സ്വരചിഹ്നങ്ങള് കാ, കാ, കീ, കീ, കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിയിരിക്കെ. കാ, കാ, കി, കീ, ഇതെന്തക്ഷരാണിത്? കു. കു, കൂ, കറു, കറു. ഇത്രയും ഓർക്കുന്നുണ്ടോ നമ്മൾ എഴുതിയത്? കറു, കെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചിരിക്കണേ. നോക്കിക്കേ. കാ എന്ന് നമ്മൾ എങ്ങനെയായിരുന്നു? ആയല്ലേ? കാ. നമുക്ക് പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു ട്രിക്കാണല്ലേ ഇത്. കാ, കാ. അപ്പൊ എങ്ങനെ വരും? കീ ആവുമ്പോഴോ? ഈ, കീ അല്ലേ? ഈ, ഈ, ഊ, ഊ, ഋ, എ. ഇത്രയും ടീച്ചർ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞത്. പതുക്കെ പറയണോ? ഒന്നുകൂടി പറയണോ? പറയാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. നമുക്കിത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. സ്വരചിഹ്നങ്ങള് കാ തൊട്ട് കെ വരെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ സ്വരചിഹ്നം ഏതാണ്? കായാണല്ലേ? കായ എങ്ങനെയാ ഉച്ചരിക്കുക? കാ. അപ്പൊ എങ്ങനെ വരും? ആയാണല്ലേ ഇവിടെ വരുന്നത് നമുക്ക്. രണ്ടാമത്തെ എങ്ങനെയാണ്? ശ്രദ്ധിച്ചിരിക്കെ. രണ്ടാമത്തെ എങ്ങനെയാണ്? കാ. ഓക്കെ ആണോ? പിന്നെ എന്താ? ഈ, കീ. അടുത്തത് ഈ, കീ. പിന്നെ എന്താണ്? ഊ, ഊ. എങ്ങനെ വരും? കൂ, കൂ, കൂ. അപ്പൊ ഏതക്ഷരാ വരുന്നത്? സ്വരാക്ഷരങ്ങളിൽ ഏതക്ഷരാ വരുന്നത്? ഊ, എറു, കൃ. ആണോ? ശ്രദ്ധിച്ചിരിക്ക, അല്ലെങ്കിൽ മനസ്സിലാവില്ല.
അടുത്ത അക്ഷരം എന്താണ്? എ ആണല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? കെ. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാക്കി നോക്കിയാലോ ഈ ക്ലാസ്സിൽ? കെ കഴിഞ്ഞ് അടുത്ത അക്ഷരം എന്താണ്? കെ. നോക്കിയിരിക്കണേ. കെ. ഓക്കെ. അപ്പൊ എങ്ങനെ താഴെ വരും? ഏ. ഏ ആണോ? കെ എ. ഇത് വെച്ചിട്ടൊരു വാക്ക് പറയാവോ? കേ. കേ വെച്ചിട്ട് എന്ത് വാക്ക് അറിയാം കൂട്ടുകാർക്ക്? കേര, കേരളം, അങ്ങനെയൊക്കെ എഴുതുമ്പോഴത്തേക്കും നമ്മൾ ഈ കെ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, പുറത്തേക്കൊക്കെ നോക്കിയിരിക്കല്ലേ. അക്ഷരം എന്താണ്? കൈ ആണല്ലേ. കെ കേ കൈ. കൈ എന്ന് എഴുതുന്നത് എങ്ങനെയാ? ഈ കെയുടെ കൂട്ടത്തില് 2 ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ? 2 ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കെയുടെ 2 ചുറ്റിക്കെട്ട് അല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? കൈ. കൈ. ഓക്കെ. അപ്പൊ താഴെ എങ്ങനെ വരുവടാ? എ ഏ ഐ. ഐ. ഓക്കെ അല്ലേ. അടുത്ത അക്ഷരം എന്താണ്? കൈ. കൈ എന്നൊരു വാക്ക് കിട്ടിയല്ലോ. കൈ. കൈക്ക് നമ്മൾ കൈ എന്ന് എഴുതൂലേ, അത് ഇങ്ങനെ തന്നെ എഴുതുന്ന കേട്ടോ. ഓക്കെ ആണോ? നോക്കാം നമുക്ക്. കൈ കഴിഞ്ഞ് അടുത്ത അക്ഷരം വരുന്നത് കോയാണ്. കോ എങ്ങനെ എഴുതുന്നേ? നോക്കിയിരുന്നേ. കോ. ഇത് കണ്ടോ? കേ കേ. കേ എടുത്ത് എഴുതിയിട്ട് ദീർഘ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോ താഴെ എങ്ങനെ വരും? എ ഏ ഐ ഓ. അടുത്ത അക്ഷരം എങ്ങനെ വരുന്നതെന്നറിയോ? കൈ കോ. കോ എങ്ങനെ എഴുതുന്നേ? ശ്രദ്ധിച്ചിരിക്കണേ. ഇങ്ങനെ. ഇത് കണ്ടോ? എയുടെ ചിഹ്നം എങ്ങനെ വരുന്നേ? കെ. അതിന്റെ കൂട്ടത്തില് ഒരു ദീർഘം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കും? കോ. താഴെ എങ്ങനെ വരും? ഐ ഓ. ഓയാണല്ലേ. ശ്രദ്ധിച്ചിരുന്നേ. ഐ ഓ. ഓ എഴുതുമ്പോ എങ്ങനെ വരും? കോ. ഇങ്ങനത്തെ ഈ അക്ഷരം ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ട് അതിന്റെ കൂട്ടത്തില് ദീർഘ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കും? കോ. അടുത്ത അക്ഷരം എന്താണ്? കോ. നോക്കാം നമുക്ക് എങ്ങനെയാന്ന്. ഇത് നോക്കിക്കേ. ഈ കെ എടുത്ത് നമ്മള് ഇങ്ങോട്ട് എഴുതി കൊടുക്കുന്നുണ്ടല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? ദീർഘ ഇട്ട് കൊടുക്കണം. ശ്രദ്ധിച്ചിരിക്കുമ്പോ മനസ്സിലാവുന്ന കണ്ടോ? താഴെ എങ്ങനെ വരും? ഓ ഓ. ഉച്ചാരണം മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്വരാക്ഷരങ്ങൾ താഴെ എഴുതി കാണിക്കുന്നത്. അപ്പൊ അത് നോക്കുമ്പോ കൂട്ടുകാർക്ക് മേലിൽ എങ്ങനെ വരുന്നതെന്ന് മനസ്സിലാവും നല്ല രീതിയിൽ അല്ലേ. അപ്പൊ നോക്കിക്കേ, നമ്മള് എന്തൊക്കെ പഠിച്ചു? കേ, കൈ, കോ, കോ. അത്രയും സ്വരചിഹ്നങ്ങൾ പഠിച്ചല്ലേ. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നുകൂടെ പറയാം നമുക്ക്. എത്ര സ്വരചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചു? കാ. ഒപ്പം പറഞ്ഞോട്ടോ. കാ, കാ, കീ, കീ, കൂ, കൂ, കെറു, കെറു. പറയാൻ പറ്റുന്നില്ല? കെറു. ഇതെന്ത് അക്ഷരാണ്? എറു. അപ്പൊ കാ കൂട്ടി എഴുതുമ്പോ എങ്ങനെ വായിക്കും? കെറു. കേ, കേ, കൈ, കോ, കോ. ഓക്കെ ആണോ? ശ്രദ്ധിച്ചിരിക്കാൻ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. എല്ലാരും എൻ്റെ ഒപ്പം ഒന്നുകൂടെ വായിക്കണേ. നോക്കിക്കേടാ. കാ, കാ, കീ, കീ, കൂ, കൂ, കെറു, കെറു. അതാണ് പറയാൻ കിട്ടാത്തല്ലേ. ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മളെ എറുവിന്റെ ചിഹ്നാണിത് അല്ലേ. കായുടെ കൂട്ടത്തില് എറുവിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുമ്പോ എങ്ങനെ വായിക്കും? കെറു. നോക്ക്. കെറു. കേ, കേ, കൈ, കോ, കോ. അടുത്ത അക്ഷരം എന്താണ്? കൗ.
ആ ശ്രദ്ധിച്ചിരിക്കണേ. കൗ. കൗ. കാ എഴുതിയിട്ട് ഔവിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. ഓ ഓ ഔ. ഔ. കണ്ടോ? കണ്ടോ കൂട്ടുകാര്? ഔവിന്റെ ചിഹ്നം നമ്മൾ മേളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോ എങ്ങനെ വായിക്കും? കൗ ആണോ? കൗ. അടുത്ത എന്താണ്? കം. കാ എഴുതി ഒരു പൂജ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? കം. ഓ ഓ ഔ അം. അമ്മാണ് ഇവിടെ വരുന്നത്. അം. അമ്മെന്ന് എഴുതുമ്പോ മേളിൽ എന്ത് ചെയ്യണം? ആ പൂജ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? കം. അടുത്ത എന്താടാ? ലാസ്റ്റ് വണ്ണാണ് കേട്ടോ. ലാസ്റ്റ് വൺ എന്താണ്? ആ. എങ്ങനെ വരും? ഈ കാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയ ശേഷം ഈ രണ്ട് കുത്ത് മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്ക? കൗ കം കാ അല്ലേ? ഇതിന്റെ ആ ആ എന്ന ഉച്ചാരണമാണ് വരുന്നത്. ഇതിൽ കുത്തില്ല. നമ്മൾ ലാസ്റ്റ് എഴുതുന്നതിലാണ് കുത്ത് വരുന്നത് അല്ലേ? അതെന്താ? ആദ്യത്തേല് കുത്ത് വരുന്നുണ്ടോ ആയിക്ക്? ഇല്ല. ഏറ്റവും ലാസ്റ്റ് വൺ കണ്ടോ നിങ്ങള്? അതിലാണ് കുത്ത് വരുന്നത് അല്ലേ? കുത്ത് വരുന്നത് കൊണ്ടാണ് കം എന്ന് എഴുതുമ്പത്തേക്കും രണ്ട് കുത്തിടുന്നത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. എഴുതുമ്പോ തെറ്റിക്കരുത്. നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്താലോ? ശ്രദ്ധിച്ചിരിക്കണേ. ഇതെന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വരചിഹ്നങ്ങളാണല്ലേ. എന്താണ്? സ്വരചിഹ്നങ്ങള്. ഇഷ്ടായോ സ്വരചിഹ്നങ്ങള്? നമ്മള് സ്വരാക്ഷരങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എന്നാലും എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇടക്കിടക്ക് 2 ലൈൻ ബുക്ക് എടുത്ത് സ്വരാക്ഷരങ്ങള് ആ തൊട്ട് അം വരെ താഴെ എഴുതി നോക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ശരിയാവുള്ളൂ. നല്ല അക്ഷരം വരണമെങ്കിൽ എല്ലാ ദിവസവും എഴുതി പ്രാക്ടീസ് ഒക്കെ ചെയ്യണം. ചെയ്യുന്നുണ്ടോ? ചെയ്യുന്ന കൂട്ടുകാരൊന്ന് കൈപൊക്കിയേ നോക്കട്ടെ. ആഹാ, ഇത്രയും പേര് എഴുതുന്നുണ്ടോ? കള്ളത്തരാണോ പറയുന്ന ടീച്ചറോട്? അല്ല. അപ്പൊ എല്ലാവരും നല്ല മക്കളാണ് കേട്ടോ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ എല്ലാവരും ഒന്ന്. ഇത്രയും നേരം പഠിച്ചിട്ട് ബോറായോ നിങ്ങക്ക്? എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് കൈയൊക്കെ പൊക്കി ഒന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് അടുത്തത് പഠിക്കാം. ഓക്കെ അല്ലേ? കൈ പൊക്കി എല്ലാവരും ഒന്ന്. കൈ താഴെ ഇട്ടോ. ഓക്കെ അല്ലേ? എന്നാ ഇനി ഇരുന്നോട്ടാ. ഇരുന്നോ. നോക്കാം നമുക്ക്. സ്വരചിഹ്നങ്ങള് നമുക്ക് ഏതക്ഷരത്തിലാണ് നമ്മൾ പഠിച്ചത്? കായിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? നോക്ക്, ശ്രദ്ധിച്ചിരിക്കണം. അത് കഴിയുമ്പോഴത്തേക്കും നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. അത് കഴിഞ്ഞ് ടീച്ചറെ ചെക്ക് ചെയ്യാൻ ഇവിടെ കൊണ്ടു തരണം എല്ലാവരും കേട്ടോ. നോക്ക്, സ്വരചിഹ്നങ്ങളില് ഫസ്റ്റ് വൺ എന്താണ്? കാ. അപ്പോ സ്വരാക്ഷരങ്ങളില് ആദ്യത്തെ അക്ഷരം കൊണ്ടുള്ള സ്വരചിഹ്നാണല്ലേ ഇത്. എങ്ങനെ വായിക്കും? കാ അല്ലേ? കാ. കാ എന്ന് പറയുമ്പോ ആയാണ് ഉച്ചരിക്കുന്നത് അല്ലേ? ആണോ? ഇനി അടുത്ത അക്ഷരം എന്താടാ? ആ. അപ്പൊ ഇങ്ങനെ നമ്മൾ വായിക്കും കാ. ഓക്കെ അല്ലേ? ഇനി എന്താണ്? അടുത്ത അക്ഷരം എന്താണ്? ആ ആ ഈ. ഈ എഴുതുന്ന എങ്ങനെയാ? കീ അല്ലേ? ഈ എന്ന് പറയുമ്പോ കീ വരും അല്ലേ? അടുത്ത അക്ഷരം എങ്ങനെ വരും? ആ ആ ഈ എന്ന് പറയുമ്പോ കീ. കണ്ടോ? ഒരു ചുറ്റിക്കെട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഈ വള്ളി പോലെ ഉള്ളിലേക്ക് ഒരു ചുറ്റിക്കെട്ടിട്ട് താഴേക്ക് വലിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ പറയും? കീ. അടുത്ത എന്താണ്? ഊ ആണല്ലേ? എങ്ങനെ വായിക്കും? കൂ. നോക്ക്, കൂ. ഓക്കെ അല്ലേ? സ്പീഡ് കൂടുതലാണോ? ആണെങ്കി പറഞ്ഞോട്ടാ. കൂ. അടുത്തത് ഊ. കൂ. എറു കൃ. അതാണ് കൂട്ടുകാർക്ക് കിട്ടാത്തല്ലേ? പക്ഷെ സിമ്പിൾ ആടാ. എറു പറയുന്ന പോലെ തന്നെ കായുടെ കൂട്ടത്തില് എറുവിന്റെ ചിഹ്നം ഇട്ടാ മതി. കൃ.
കിറു. കാ കാ കീ കീ കൂ കൂ കിറു. കേ. കേ എന്ന് വരുമ്പോ എങ്ങനെ വരും? ഏ വരുമല്ലേ? ഏ വരുമ്പോ കേ. ഏ കേ ഐ കൈ. നോക്ക്, ഐ വരുമ്പോ എങ്ങനെ വരും? കൈ. കോ. കോ. നമ്മള് സ്വരാക്ഷരങ്ങൾ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കേ. ആ ആ ഇ ഈ ഉ ഊ എറു ഏ ഏ ഐ ഓ ഓ ഔ അം ആ. അതേ സെയിം ഓർഡറിൽ തന്നെയാണ് നമ്മൾ കാക്ക കീക്കി എഴുതിയിട്ടുള്ളത്. നോക്കാം നമുക്ക്. ക കാ കി കീ കു കൂ കെറു കേ കേ കൈ കോ കോ കൗ കം ക. ഓക്കെ ആണോ? നാളെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഇത് 2 ലൈൻ ബുക്കിൽ എഴുതി കൊണ്ടുവരണം. മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ, ടീച്ചർ പറഞ്ഞു തരാലോ. നമ്മൾ സ്വരചിഹ്നങ്ങൾ കാ തൊട്ട് കം വരെ ഈ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കാ തൊട്ട് കെ വരെയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.